ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് കരുതുന്നു. ഇന്നലെ ചിങ്ങം ഒന്നായിരുന്നല്ലോ, അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് ഇന്നൊരു ഡെസേർട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഉള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടായിട്ടൊക്കെ നമുക്കിത് കണക്കാക്കാം. പക്ഷേ ഇനിയിപ്പോൾ ഓണമാണ് വരുന്നത്. അപ്പം നമുക്ക് ഓണത്തിൻ്റെ ഒരു ദിവസത്തെ പായസത്തിന് പകരം നമുക്കിത് ട്രൈ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. മിക്ക റെസിപ്പി ഞാൻ കുട്ടികൾക്കാണ് എപ്പോഴും പറയാറ്, പക്ഷേ ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, ഒരു കുടുംബത്തിൽ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഇതെങ്ങനെയാണ് എന്താണെന്നും നമുക്ക് നോക്കാം കേട്ടോ. ഇതിനായിട്ട് 1/2 ലിറ്റർ പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 500 ml കപ്പാണ് കേട്ടോ. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറാണ്. ഇതിന് പകരം നിങ്ങൾക്ക് കസ്റ്റർഡ് പൗഡറും ചേർക്കാം കേട്ടോ. പിന്നെ പിസ്തയും നട്ട്സും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ഏലക്ക വേണം. പിന്നെ റവയാണ് 1/2 കപ്പ്. ഇത് വറുത്തതോ വറുക്കാത്ത ഏതാണെങ്കിലും കുഴപ്പമില്ല. 1/2 കപ്പോളം പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മിൽക്ക് മേഡ് വീട്ടിലുണ്ടായതുകൊണ്ട് എടുത്തതാണ്. പിന്നെ വേണ്ടത് 3 ക്യാരറ്റാണ്. ഈ ഒരു വലിപ്പത്തിലുള്ള 3 ക്യാരറ്റാണ്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം കേട്ടോ. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇനി നമുക്ക് അതിൽ ഏലക്കയും പിന്നെ കുറച്ച് പഞ്ചസാരയും ചേർത്ത് നമുക്കൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. ഇനി ആവശ്യമുണ്ട് കേട്ടോ നമുക്കത്. ക്യാരറ്റ് ഇവിടെ ഞാൻ നന്നായിട്ടൊന്ന് ചീകി നന്നായിട്ട് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു മിക്സിയുടെ ജാറാണ്. അതിലേക്ക് ഇനി ക്യാരറ്റ് ഏറ്റവും ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചിടാം. എന്നിട്ട് ഇതിലേക്ക് ഏകദേശം 1/2 കപ്പോളം വരുന്ന പാൽ ഞാനിപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. അതോട് ചേർത്ത് നന്നായിട്ടൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം കേട്ടോ. ഈ ഒരു കണക്കിന് നല്ല ഫൈനായിട്ട് തന്നെ അരച്ച് കൊണ്ടുവരാം. അപ്പോൾ പാലിൻ്റെ ആവശ്യം നോക്കി നിങ്ങൾ അരയ്ക്കണം കേട്ടോ. എന്തായാലും ഈ ഒരു കണക്കേ പാടുള്ളേ. ഇനി ഒരു പാനിൽ നമുക്കൊന്ന് നെയ്യൊന്ന് ഒഴിക്കാം. ആവശ്യത്തിന് ഒഴിക്കാം കേട്ടോ. ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം ഒഴിക്കാം. ഒഴിച്ചിട്ട് ഈ നമ്മൾ അരച്ച് കൊണ്ടുവന്ന ക്യാരറ്റ് ഇതിലോട്ടൊന്ന് ചേർക്കാം കേട്ടോ. ചേർത്ത് നന്നായിട്ട് ഞാനിപ്പോൾ അതിൻ്റെ ഒരു ശകലം വെള്ളം കൂടെ ഞാനിപ്പോൾ ആ മിക്സിയുടെ ജാർ തന്നെ ഏകദേശം ഒരു 1/2 കപ്പോളം വരും കേട്ടോ. അത്രയും വെള്ളം കൂടെ ഞാനിപ്പോൾ ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുകൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. കാരണം നമ്മൾ ഇതുവരെയും ക്യാരറ്റ് ഒന്നും വേവിച്ചില്ല. ഇനി ആവശ്യത്തിന് പഞ്ചസാര ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം നമുക്ക് പഞ്ചസാര ചേർക്കാം കേട്ടോ. അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അലിയിച്ച് എടുക്കാം. ഇതിൻ്റെ കൂടെ ഇനി 1/2 കപ്പ് റവ കൂടെ ചേർക്കാം കേട്ടോ. അപ്പം ചേർത്തിട്ട് ഇനി ലോ ഫ്ലെയിമിൽ വെട്ട് വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാനേ. അപ്പം റവയായിട്ട് പെട്ടെന്ന് അങ്ങ് കുറുകി പിടിക്കും. അപ്പം നല്ല ശ്രദ്ധിച്ച് വേണം ഈ ഒരു സ്റ്റേജ് ചെയ്യാനേ. അപ്പം ഇത് വേറൊരു മെത്തേഡ് നമുക്ക് ചെയ്യാം. ക്യാരറ്റ് ഒന്ന് കുക്കറിൽ വേവിച്ചിട്ട് അതിന് പാലൊഴിച്ച് ആദ്യം വേവിച്ചിട്ട് പിന്നെ അരച്ച് നമുക്ക് ഈ ഒരു സ്റ്റെപ്പിലോട്ട് ചെയ്യാം. അതിനേക്കാൾ എളുപ്പം ഇതാണ് കേട്ടോ. അതപ്പോൾ പാനിൽ നിന്ന് ഈ ഒരു കണക്കാകുന്ന വരെ നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണേ. അതായത് ഇങ്ങനെ ഉരുണ്ട് വരണം കേട്ടോ. ആ ഒരു കണക്ക് വെള്ളമയം മാക്സിമം ഒന്ന് മാറ്റി ഉരുണ്ട് വരത്തക്ക രീതിയിൽ നമുക്ക് ഇതൊന്ന് ആക്കിയെടുക്കാം. ഇത് ഏകദേശം ഈ ഒരു കണക്കായപ്പോൾ ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതവിടെ ഇരുന്നോട്ടെ. ഇനി നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലത്തെ ഒരു ക്രഷറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതാ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഇപ്പോൾ ഏകദേശം ഒന്ന് തണുത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തണുക്കാൻ പാടില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ റവയുടെ നമുക്ക് അറിയാമല്ലോ, ആ ഒരു പെട്ടെന്നങ്ങ് മുറുകി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ചെറു ചൂടോട്ട് തന്നെ നമ്മുടെ കയ്യിൽ ഇത്തിരി എണ്ണയോ നെയ്യോ ഒന്ന് തൂക്കിയിട്ട് ഇതൊന്ന് ബോൾസായിട്ട് ചെറിയ ബോൾസായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ. നല്ല ടൈറ്റ് ചെയ്ത് തന്നെ ഉരുട്ടണേ. അപ്പോൾ നമുക്ക് ഈ ഒരു കണക്കാണ് വേണ്ടത് കേട്ടോ. അപ്പം ഈ എണ്ണ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉരുട്ടി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇത് നമ്മൾ ഈ റവ നന്നായിട്ട് വെന്താലും ഈ ഒരു കണക്ക് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണ്ട് അത് മാത്രമേ നമുക്ക് ശ്രദ്ധിക്കാവുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊക്കെ ഈ മാവ് ഒന്ന് കംപ്ലീറ്റ് ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്തു കൊണ്ടുവരാം കേട്ടോ. ഉരുട്ടുന്നതൊക്കെ നമുക്ക് ഇത്തിരി രസമുള്ള പരിപാടിയാണ്. പക്ഷേ നമ്മൾ കൊച്ചു മക്കളെ കൂടെ ഇതിലൊക്കെ ഒന്ന് പങ്കെടുപ്പിച്ച് അത്രയും നേരം മൊബൈൽ നോക്കുന്നതൊക്കെ ഒന്ന് വഴുവായി കിട്ടുകയും ചെയ്യും. കുട്ടികൾ ഇതൊന്ന് ആക്റ്റീവായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെയെല്ലാം ഞാൻ ഒന്ന് ഉരുട്ടി ഇപ്പോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കണക്കിനാണ് ചെറിയൊരു കുഞ്ഞ് നമ്മൾ രസഗുളയുടെ കണക്കിനൊക്കെ ഞാനിപ്പോൾ ഒന്ന് ഉരുട്ടി ഈ ഒരു കണക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്റ്റീമർ വേണം. അതിലേക്ക് അല്പം നെയ്യൊന്ന് കണച്ച് തൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് ഞാനിപ്പോൾ ഈ ഉരുട്ടി വെച്ചതൊക്കെ ഒന്ന് അതിലോട്ടൊന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. അതിലൊന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം വെന്തത് തന്നെയാണ്. ഇനി ജസ്റ്റ് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കുക എന്ന് പറയില്ല, ആ ഒരു കണക്കിൽ മാത്രം ചെയ്താൽ മതി. ഒന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. 5 മിനിറ്റ് ഏകദേശം 6-7 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഏകദേശം എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് മാറ്റാം കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഞാനിപ്പോൾ എടുത്ത് വെച്ച് 1/2 ലിറ്റർ പാലുണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ടൊന്ന് ചേർക്കാം. ഏകദേശം ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഒന്ന് ചൂടാവണേ. അപ്പോഴേക്കും നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 1/2 കപ്പാണ് ഞാൻ ചേർത്തത്. കൂടെ തന്നെ കുറച്ച് മിൽക്ക് മേഡും അത് വീട്ടിലുണ്ടായിരുന്നുകൊണ്ട് ഞാൻ ചെയ്തതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം
മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്താൽ മതി. ഞാനിപ്പോൾ അര കപ്പാണ് പറഞ്ഞത്, അതിന് മുക്കാൽ കപ്പ് ഏകദേശം ഒരു കപ്പിനടുത്തൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് പഞ്ചസാര എടുക്കാം കേട്ടോ. ഇതോതാ നന്നായിട്ടൊന്ന് ഒരുമാതിരി തിളച്ച് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാറുണ്ട്. എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലവറിലേക്ക് ഒരല്പം പാല് ഞാൻ ചേർക്കുന്നുണ്ട്. ഈ പാലിൽ ഞാൻ ഒരു നുള്ളു മഞ്ഞളൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ എക്സ്ട്രാ കളറൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ പാലൊരു നുള്ളു മഞ്ഞൾപ്പൊടിയോടെ ചേർത്ത് ആ പാലാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഈ ഒരു കണക്കിനാണ് നമുക്ക് മിക്സ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഈ ഒരു പരുവമേ ആകാവൂ കേട്ടോ. ഇനി ഇവിടെ ഏകദേശം പാലൊന്ന് തിളച്ച് ഏകദേശം വരുന്നുണ്ട്, ഒന്ന് ആയി വരുന്നുണ്ട് കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. നമ്മളിവിടെ തണുക്കാൻ മാറ്റി വെച്ച് നമ്മുടെ റവ ബോൾസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഈ ഒരു കണക്കിന് ഇരുന്നാലേ നമുക്കത് സോക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അത് നന്നായി കറക്റ്റായിട്ടായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കണക്കാണ് വേണ്ടത്. ഇനി നമുക്ക് ഈ പാലിത തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ ബോൾസൊക്കെ ഇതിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞ് പണി ഏകദേശം. അപ്പോൾ അതായത് നമ്മുടെ ബോൾസ് മുഴുവനായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിക്കണം. ഇനി ഇതാണ് ആവശ്യം. ഈ സമയം നമുക്കിനി ഹൈ ഫ്ലെയിമിലോട്ടൊന്ന് വെക്കാം. കാരണം വെച്ചാൽ നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചൊന്ന് നന്നായിട്ട് വെട്ടി തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമുക്ക് കലക്കി മാറ്റി വെച്ചിട്ട് നമ്മുടെ കോൺഫ്ലവർ നമുക്കിതിലോട്ട് ചേർക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോൺഫ്ലവറിന് പകരം നിങ്ങൾക്ക് കസ്റ്റേർഡ് പൗഡറാണ് ഏറ്റവും ബെസ്റ്റാണ്. നമ്മൾ എക്സ്ട്രാ പിന്നെ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കിട്ടുകയാണെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും എടുക്കാം, ഏതാണെങ്കിലും കോൺഫ്ലവറാണോ അല്ലെങ്കിൽ കസ്റ്റാർഡാണോ പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ഈവൻ അരിപ്പൊടി വേണമെങ്കിൽ നമുക്കിതിനു വേണ്ടി എടുക്കാം കേട്ടോ. ഏത് വേണമെങ്കിലും നമുക്കത് കുറി കിട്ടാനായിട്ട് ഒരു ഏജൻറ്റ് മാത്രമാണത്. അപ്പോൾ എന്ത് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ സൗകര്യം പോലെ നിങ്ങൾക്ക് എടുക്കാം. അപ്പം 3 ഓപ്ഷനുണ്ട് കേട്ടോ, ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇനി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ തീ വളരെ ലോ ഫ്ലെയിമിലാണ് നമ്മളിത് ഇട്ട് വെച്ച് ചെയ്യേണ്ടത്. അതിലേക്ക് വല്ലാണ്ടങ്ങ് കുറി പിടിച്ചു പോകും. ഇനി നമുക്ക് പൊടിച്ച് വെച്ച ഏലക്കപ്പൊടി ചേർക്കാം. അതുകൂടെ എടുത്ത് പിന്നെ ഈ ഇളക്കുന്നത് ശ്രദ്ധിച്ചോളണം കേട്ടോ. ബോൾസ് ഒന്ന് പൊട്ടിപ്പോകാത്ത രീതിയിൽ വേണം ഒന്ന് കറക്കിയെടുക്കാനേ. ഇതിൻ്റെ കൂടെ നമുക്കിനി അടുത്ത് നുറുക്കി വെച്ച് നമ്മുടെ നട്ട്സ് കൂടെ അതിൽ ചേർക്കാം കേട്ടോ. അപ്പം ഇതും കൂടെ ചേർക്കുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പം വളരെ സൈഡ് ഒതുക്കി തന്നെ എടുക്കണം, ബോൾസ് ഒന്ന് പൊട്ടിപ്പോകരുത് കേട്ടോ. ഈ ഒരു കണക്കിന് ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു കണക്കിനാണ് കുറുക്കാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നീട്ടി വേണമെങ്കിൽ എടുക്കാം, എങ്കിൽ ഇത്രയും കുറുക്കണ്ട, എങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ നമുക്ക് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് കുറുക്ക ഉള്ളതുകൊണ്ടാണ് 1.5 ടേബിൾ സ്പൂൺ എടുത്തത്. അപ്പം ഈ ഒരു കണക്കിനാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്യുകയാണ്. ഇനി അത് നമുക്കൊന്ന് ശകലം തണുത്ത ശേഷം ഞാനിപ്പോൾ ഒരു ബൗളിലോട്ട് മാറ്റുകയാണ് കേട്ടോ. നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മീതെ കുറച്ച് കിസ്മിസും പിന്നെ കുറച്ച് പിസ്തയും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം കിസ്മിസ് ഞാൻ വറുത്തൊന്നുമല്ല ഇട്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വറുത്തൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് കൊണ്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി വിഭവമാണ്. അപ്പോൾ കൊച്ചു മക്കൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ മധുരത്തിൻ്റെ അരി ഞാൻ ഇവിടെ കുറച്ച് കുറവാണ് എല്ലാം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കണക്ക് പറഞ്ഞ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു 2-3 ടേബിൾ സ്പൂൺ കൂട്ടിയോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. എത്രത്തോളം പഞ്ചസാര ചേർക്കുക അത്രയും ഇതിന് ടേസ്റ്റ് കൂടും. പക്ഷേ ഇവിടെ ഞങ്ങൾ കുറച്ച് പിന്നിലോട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊക്കെ എടുത്തത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇത് എടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും കൊച്ചു മക്കൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ ഓണത്തേക്ക് വേണ്ടിയിട്ട് ഒരു വിഭവം ഞാൻ ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ 4 ഓണമുണ്ട്, അതിലേതെങ്കിലും ഒരു ഓണത്തിന് നിങ്ങളിത് ബോളിയായിട്ട് ചേർത്ത് കഴിച്ച സൂപ്പർ ടേസ്റ്റാണ്, പറയാതിരിക്കാൻ വയ്യ. എന്തായാലും ക്യാരറ്റും എല്ലാം പാലും ഒക്കെ നമ്മുടെ വീട്ടിലുള്ള ഐറ്റം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുടെ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ആൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.